ടു ലെജൻസ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ വരുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ഫേവറേറ്റ് ഐറ്റമാണ്. കാരണം ക്രഷ് ദുപ്പട്ട വരുന്ന ഐറ്റംസ് എല്ലാവർക്കും ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ കോട്ടൺ മെറ്റീരിയൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. കാരണം നമുക്ക് ആ ഒരു സെമി സിൽക്കിൻ്റെ ഫാബ്രിക്കിനേക്കാളും കോട്ടൺ ആകുമ്പം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ട് കോട്ടൺ അക്കോബ പാറ്റേണിൽ ചെയ്തേക്കുന്ന ഒരു മോഡലാട്ടോ. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് നല്ല ഹെവി ആയിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്, നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കോട്ടൺ ഫാബ്രിക് ആകുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് എടുത്തിട്ട് വാഷ് ചെയ്യരുത്, സെപ്പറേറ്റ് മാത്രമേ വാഷ് ചെയ്യാവുള്ളൂ. കുഴപ്പമൊന്നുമില്ല, കളറിന് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടല്ല. നിങ്ങൾ കൊടുക്കുന്ന ലൈനിങ്ങിനോ അല്ലെങ്കിൽ വേറെ മിക്സ് ആയിട്ടൊക്കെ അലക്കുമ്പോഴത്തേനും കോട്ടൺ പോലത്തെ ഫാബ്രിക്കുകൾ ആ ഒരു കാണാൻ ഒരു ഭംഗി പോകും. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് ചെയ്താൽ മതി. ദുപ്പട്ട നല്ല ടോപ്പ്. ഇങ്ങനെ നമുക്ക് നോർമലി വരുന്നേക്കാളും ഭയങ്കര കളർ കോമ്പിനേഷനൊക്കെ ഭയങ്കര രസമാണ്. ഒരു ബ്രൗൺ മിക്സഡ്, ഭയങ്കര റെയർ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. ഇതിൽ ഫുള്ള് നമ്മുടെ ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ. അത് സാറ്റിൻ പോലത്തെ ഫാബ്രിക്കാണ് കേട്ടോ. മിക്സാണ്, എന്നാലും നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിന് കളർ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര റെയർ ഷെയ്ഡാണ്, ബ്രൗൺ പോലത്തെ ഷെയ്ഡ്. നമ്പർ AJ 652, റേറ്റ് 1100 1100. അടുത്ത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. നല്ല കളർ കോമ്പിനേഷൻ ആയില്ല, ഭയങ്കര ഓവറായിട്ട് നിൽക്കുന്ന കളേഴ്സ് അല്ല കേട്ടോ. കോട്ടൻ്റെ അകത്ത് വരുന്ന അക്കോബയ്ക്കകത്ത് നല്ല ഭംഗിയുള്ള കുറച്ച് ഷെയ്ഡ്സ്. അപ്പോൾ ഇതാണ് ദുപ്പട്ട. അപ്പോൾ ഇങ്ങനത്തെ മോഡലൊക്കെ രണ്ട് സൈഡിലൊക്കെ ഇട്ടാലും കാണാൻ നല്ല കേട്ടോ. ഇത് പ്യുവർ കോട്ടൺ അക്കോബയാണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരുന്നത്. ബോട്ടം സെയിം കളർ സാറ്റിൻ്റെ തന്നെ ഫാബ്രിക്കാണ് കൊടുത്തേക്കുന്നത്. ടോപ്പ് പ്യുവർ കോട്ടൺ ആണ്. നമ്പർ AJ 649, റേറ്റ് 1000 ഇത് ആഷ് കളറാണ് കേട്ടോ. പിന്നെ ഡിസൈൻസ് കുറച്ച് മിക്സ് ആയിട്ടാണ്. ചിലതിന് ഇങ്ങനെ അക്കോബയ്ക്ക് കുറച്ച് ഡിസൈൻ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഇത് ഞാൻ കാണിക്കാൻ മറന്നുപോയി കേട്ടോ. ഇങ്ങനൊരു താഴത്തെ ബോർഡറിൽ ചെറിയൊരു ലേസ് വർക്ക് ഉണ്ട്, ക്രോഷേഡ് ലേസ് വർക്കും. പിന്നെ എക്സ്ട്രാ ഇങ്ങനെ വേറൊരു പീസായിട്ട്, അത് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നല്ല ലെങ്ത്ത് കിട്ടും. ലെങ്ത്തിന് വേണ്ടിയിട്ടല്ല, അല്ലാതെ ഒരു ഡിസൈൻ പോലെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ദുപ്പട്ട ഇതുപോലെ കേട്ടോ. ഇതും റയർ ഷെയ്ഡല്ലേ, ആഷിൻ്റെ നോർമൽ ആഷ് അല്ല, കുറച്ചൊരു മിക്സഡ് ടൈപ്പ് കളർ കോമ്പിനേഷൻ. ഇതിലും ചെറിയ ചെറിയ ഗ്ലാസ് വർക്ക് ഒട്ടിച്ചിട്ടുണ്ട്. നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മോഡലൊക്കെ രണ്ട് സൈഡിലൊക്കെ ഇട്ടാലും അടിപൊളിയാണ് കാണാൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ടോപ്പ് പ്ലെയിനായിട്ട് തയ്പ്പിക്കുകയാണെങ്കിൽ, പ്ലെയിൻ മീൻസ് ആ ഒരു ഡിസൈൻ വേറെ പൈപ്പിങ്ങോ അങ്ങനെ വേറെ ഒന്നും ആഡ് ചെയ്യാതെ തയ്പ്പിക്കുകയാണെങ്കിൽ വേറെ നിങ്ങളുടെ കയ്യിലുള്ളതും ഒക്കെ ആയിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്തൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ബോട്ടം സാറ്റിൻ സിൽക്ക് സെയിം കളർ. ഇതൊരു ബ്ലൂയിഷ് ആഷാണ്, ഭയങ്കര ആഷല്ല കേട്ടോ. നമ്പർ AJ 648, റേറ്റ് 1100 1100. നമുക്കിതിൽ നാലാമത്തെ ഷെയ്ഡ്. ഇത് ഭയങ്കര നല്ല കളറാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ മെറൂണും അല്ല, അതിൻ്റെ അകത്തൊരു പീച്ചിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ് മിക്സ് ആയിട്ടാണ് ദുപ്പട്ട വന്നേക്കുന്നത്. കളർ കോമ്പിനേഷൻ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, കാരണം ഇത് എക്സ്ട്രായും കൂടെ കൊടുത്തേക്കുന്നുണ്ട്. നല്ല ലെങ്ത് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ത്രെഡിൻ്റെ ആ ഒരു അക്കോബ ഡിസൈന് ചിലതിന് മറ്റേ ഡിസൈൻ, ചിലതിന് ഈ ഡിസൈൻ, അതങ്ങനെ മിക്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. ബാക്കി വേറെ വ്യത്യാസമില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അറിയത്തൊന്നുമില്ലോ, അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായൊന്നുമില്ല. ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ കണ്ടുപിടിച്ചതാണ്. ആ ഒരു അക്കോബയുടെ ഡിസൈൻ ചെറിയ വേരിയേഷൻ. ഇതാണ് ദുപ്പട്ട വരുന്നത്. ബോട്ടം സാറ്റിൻ സിൽക്ക് കേട്ടോ. നമ്പർ AJ 654, റേറ്റ് 1100 1100.